Hi, I'm Asha Andronis, occupational therapist at Dinamo. 27th of October World Occupational Therapy Day ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ വർഷത്തെ തീം ഓക്യുപേഷണൽ തെറപ്പി ഇൻ ആക്ഷൻ എന്നാണ്. മൾട്ടി ഡിസിപ്ലിനറി സെറ്റപ്പിൽ കുട്ടികൾ മറ്റ് സെഷൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ OT ബേസ്ഡ് സ്ട്രാറ്റജീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സിനെ പറ്റി നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. Even I do add occupational therapy strategies during the speech sessions like movement breaks, deep pressure. അപ്പം അതിലെ OT activities like swinging, jumping ഇതൊക്കെ ചെയ്ത് കഴിയുമ്പം it makes their brain better ready to learn and to produce the speech sounds. 1, 2, 3 and jump. 1, 2, 3 and jump. Very good. Where will it go? Very good. Yes. No. Sit. Good job. We've been doing these occupational therapy activities before speech and during speech sessions also. I feel that it makes a lot of difference in Kian's focus and attention, and he cooperates more. So I feel he gets more regulated, and that's how he listens, follows instructions, focus and attention is much better. ബിഹേവിയർ തെറാപ്പി സെഷനിൽ നമ്മൾ ഒക്യുപേഷൻ തെറാപ്പി ബേസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാറുണ്ട്. മെയിൻലി നമ്മൾ സെൽഫ് റെഗുലേഷൻ കൂട്ടിയെടുക്കാനും അതുപോലെ മെന്റോൺസ് കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് കുട്ടികളിൽ ചെയ്യിപ്പിക്കാറുള്ളത്. ടെക്സ്റ്റൈൽ പ്ലേ ആയിട്ട് നമ്മൾ കുട്ടികളിൽ ക്ലേ, ഫോം, അതുപോലെ തന്നെ സ്ലൈം ഇതെല്ലാം യൂസ് ചെയ്യാറുണ്ട്. കൂടാതെ ട്രാംബ്ലിംഗ്, ജമ്പ് ചെയ്യുക, സ്വിങ് ആക്ടിവിറ്റീസ് ഇതെല്ലാം ഒരു പോസിറ്റീവ് റീൻഫോഴ്സ്മെന്റ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അവൾക്ക് കുറച്ച് സെൻസറി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഫോം പ്ലേ അല്ലെങ്കിൽ സ്ലൈം അല്ലെങ്കിൽ ക്ലേ പിന്നെ മൂവ്മെന്റ് ബേസ്ഡ് ആക്ടിവിറ്റീസ് എല്ലാം ഇടയ്ക്ക് ബ്രേക്ക് കൊടുക്കുമ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി അറ്റൻറ്റീവ് ആയിട്ട് അവൾ ഇരിക്കാറുണ്ട്. Many occupational therapy strategies are used in special education session as well. OT-based activities ചെയ്യുമ്പോൾ കുട്ടിക്ക് അറ്റൻഷൻ കൂടുകയും സിറ്റിംഗ് ടോളറൻസ് ബെറ്റർ ആവാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ക്ലാസ് റൂം പാർട്ടിസിപ്പേഷനിൽ ടീച്ചർ പറയുന്ന ഇൻസ്ട്രക്ഷൻസും ഫോളോ ചെയ്യാൻ സാധിക്കുന്നു. അതുമാത്രമല്ല ഫൈൻ മോട്ടോർ ആക്ടിവിറ്റീസിലൂടെ കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഓക്യുപേഷണൽ തെറപ്പി എംപവേഴ്സ് എ ചൈൽഡ് ആസ് എ ഹോൾ. സോ OT സെഷൻസിൽ മാത്രമല്ല മറ്റ് ഏരിയസിലും OT ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് ആ കുട്ടിയുടെ ഹോളിസ്റ്റിക് ഒരു ഡെവലപ്മെന്റിനാണ് സഹായിക്കുന്നത്. ത്രൂ ഔട്ട് ദ ഡേ അവർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയിലും ഒരു ചെറിയ ഡിഫറൻസ് അത് മേക്ക് ചെയ്യാൻ സാധിക്കും.